രണ്ട് വല്ലിക്കാട്ട കേരട ചിമിട്ട് തല ഇരിപ്പുണ്ട്. നമുക്ക് തലക്കറി വെച്ചെടുക്കാം. അപ്പം ഞാൻ ദേ പീലാത്തോസ് കൈ കഴുകി മാറണ പോലെ അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ടേ. നമ്മളില്ലേ ചേട്ടൻ്റെ അടുത്തോട്ട് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇതിനോടൊക്കെ വലിയ താല്പര്യമാണ്. എങ്ങനെയൊക്കെയോ ഗുസ്തി പിടിച്ച് ക്ലീൻ ചെയ്ത് രാസ്തികൂടത്തിൻ്റെ പരുവത്തിലാക്കി തന്നിട്ടുണ്ടേ. ഞാൻ ദേ കറി വയ്ക്കാനും തുടങ്ങി. ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, ഉള്ളി ഇഞ്ചി പച്ചമുളകും കറിപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഓട് കാഴ്ച വെച്ചിരിക്കുന്ന പൊടികളും ചേർത്ത് മൂപ്പിച്ച് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു, കുടംപുളി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. തിള വന്നപ്പോഴത്തേക്ക് ആ രണ്ട് തലേനെ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പിടിക്കാൻ വേണ്ടി രാവിലെ ഒരു കപ്പയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ദേ വേവിച്ചെടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻതലേനെ ഞാൻ ദേ തിരിച്ചും മറിച്ചൊക്കെ കുറേ ചാറും കോരി മീതലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാ ഭാഗത്തും ഉപ്പുമ്പുളി പിടിക്കാതിരിക്കുവേ. ഉടച്ചെടുത്ത കപ്പേനെ കടുകും ഉള്ളിയൊക്കെ മുരിയിച്ച് അതിനെ ഒന്ന് താളിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ കപ്പ ഇളക്കാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേ മീൻകറി തിളച്ച് മറിഞ്ഞ് ഏകദേശം റെഡിയായി. ഞാൻ ദേ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേഗം തന്നെ ചേട്ടന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. ചേട്ടനാണല്ലോ ഈ തലയുടെ ആള്. എനിക്ക് എന്താണെന്നറിയാൻ ഈ തലക്കറിയോട് മാത്രം എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ. ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഞാൻ ചിലപ്പോൾ കഴിച്ചേക്കാം. അപ്പോൾ അത്രയുള്ളൂ.